ഇടേനയത്തിലെ കുറേ പ്രാണികൾ വന്നിട്ട് അതിൻ്റെ ഇല കംപ്ലീറ്റ് നീരൂറ്റി കുടിക്കും. അതുപോലെ തന്നെ മുട്ടുകൾ നിറയെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എല്ലാം തന്നെ ഇതുപോലെ നീരൂറ്റി കുടിച്ച് പോവാണ് കേട്ടോ. പിന്നെ ഈ കൊമ്പുകളൊക്കെ ചീയാനും തുടങ്ങും. അപ്പോൾ ഞാൻ ഈ ചീഞ്ഞ കൊമ്പുകൾ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് അതിൽ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൊമ്പുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പുതിയ ബ്ലേഡ് എടുത്തിട്ട് കൊമ്പൊന്ന് മുറിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ സാഫാണ് കേട്ടോ പുരട്ടുന്നത്. സാഫും കൂടി പുരട്ടി കൊടുത്തിട്ട് ഇത് ഒരു കൊമ്പ് നട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ, വിത്ത് പാകി മുളച്ചതൊന്നുമല്ല. അപ്പോൾ കൊമ്പ് നട്ട് പിടിപ്പിച്ചാണ്. ഇതിൽ നന്നായിട്ട് പൂക്കളും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഇതന്ന് മുകളിൽ കൊണ്ട് വെച്ചല്ലോ, അതിനുശേഷമാണ് നമുക്കിതിനെ ശരിക്കും നോക്കാൻ പറ്റാതായത് കേട്ടോ. താഴെ ഇരുന്നപ്പോൾ കറക്റ്റായിട്ട് ഇതിനെല്ലാം ചെയ്ത് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഈ സാഫ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടു ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വളങ്ങളും ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ആണീനെ ഒന്ന് തുരത്താൻ വേണ്ടിയിട്ട് മരുന്നൊഴിച്ച് കൊടുത്ത് നമ്മൾ തെളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇലകളൊക്കെ വന്ന് പ്ലാന്റ് ഒന്ന് ഹെൽത്തി കൂടി ആയതിനു ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്.